157ാമത്തെ വേളാങ്കണ്ണി യാത്രയ്ക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. കരമടിച്ചൊരു നന്ദി പറഞ്ഞ് ഞാൻ ഈ യാത്രയെക്കുറിച്ച് ഇന്നലെ നോക്കുമ്പോഴേ 9,000-ഓളം അടുത്ത ആളുകൾ ഇതിനോടകം കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോഴേ 2032 പേരെ പണമില്ലാത്തവരെ കൊണ്ടുപോയി. ഒരു വെടിക്കെട്ട് കൈയ്യടി കൊടുത്ത് നമ്മുടെ യാത്രയിലെ എല്ലാ പണക്കാരെ മാത്രമല്ല കൊണ്ടുപോകുന്നത്, 10, 12, ചിലപ്പോൾ 8, 9 ഒക്കെ പാവങ്ങളായ വ്യക്തികളെയും കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാം മാതാവ് തരുന്നെന്ന് മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. അപ്പോൾ പരിശുദ്ധ ജപമാല ആരംഭിക്കുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. അന്ന് അർബീജിയൻ പാഷാണ്ഡത എന്ന് പറഞ്ഞൊരു പാഷാണ്ഡതയുണ്ടായി. എന്തുണ്ടായി പറഞ്ഞു? അർബീജിയൻ പാഷാണ്ഡത. ഈ പാഷാണ്ഡതയുടെ പ്രത്യേകത, വിശുദ്ധന്മാരോടൊന്നും പ്രാർത്ഥിക്കേണ്ട, വിശുദ്ധ കുർബാനയ്ക്ക് വലിയ ശക്തിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസിൽ 10-20,000 പേരുള്ള പള്ളികളൊന്നും ആളില്ലാതെ, ആളുകൾ വരാതെ. ഈ സമയത്താണ് വിശുദ്ധ ഡൊമിനിക്കിന് 15 വയസ്സുള്ളപ്പോഴാണ് ഈ പാഷാണ്ഡത വർദ്ധിക്കുന്നത്. ഈ ഡൊമിനിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡൊമിനിക് എന്ന പേരുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഡൊമിനിക് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാമോ? ആരുമില്ല. ഡൊമിനിക് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ അറിയാമോ ആർക്കെങ്കിലും? ഡൊമിനിക് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ പട്ടി. പറഞ്ഞേ കർത്താവിന്റെ പട്ടി. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ കർത്താവിന്റെ പട്ടി ഇടുവോ ഇല്ലയോ? ഡൊമിനിക് എന്ന ഫ്രഞ്ച് നെയിമിന്റെ അർത്ഥം കർത്താവിന്റെ പട്ടി. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഡൊമിനിക് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ പട്ടി. നിങ്ങളുടെ കയ്യിലേക്ക് ജപമാല, വെഞ്ചിരിച്ച ജപമാലയാണ്. ബലിപീഠത്തിലെ നമ്മുടെ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ കുർബാന മധ്യേ 6-ാം തീയതി വെഞ്ചിരിച്ച ജപമാലയാണ് നിങ്ങളുടെ കയ്യിൽ തരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ജപമാല ചൊല്ലുന്നതിന് മുമ്പ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ ഡൊമിനിക് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ പട്ടി എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞ്. ഇനി മറക്കുവോ? ഇല്ല. അപ്പൊ ഡൊമിനിക്കിന്റെ അമ്മ ഗർഭം ധരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുക, പട്ടിയെ പ്രസവിച്ചപ്പോ മിടുക്കനായ ഒരു ആൺകുഞ്ഞ്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി, ഇവന് കർത്താവിന് വേണ്ടി കുരയ്ക്കേണ്ടവനാണ്, എന്റെ മകൻ കർത്താവിന് വേണ്ടി കുരയ്ക്കേണ്ടവനാണെന്ന ബോധ്യത്തോടു കൂടി അവന്റെ ഡൊമിനിക് എന്ന പേരിട്ടു. ഇപ്പോൾ നിങ്ങൾ ഒന്ന് അടിച്ചു കൊടുക്കണം. ഡൊമിനിക് എന്ന ഫ്രഞ്ച് നെയിമിന്റെ അർത്ഥം എന്താണ്? ഡൊമിനിക് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ. അപ്പൊ ഡൊമിനിക്കിന് 15 വയസ്സായപ്പോൾ ഈ പാഷാണ്ഡത ഇങ്ങനെ വർദ്ധിച്ചിരിക്കും. അപ്പൊ ഡൊമിനിക്ക് തപസ് ചെയ്യാനായിട്ട് ഫ്രാൻസിലെ ഒരു വലിയൊരു വനത്തിൽ ആഹാരമില്ലാതെ തപസ് എടുക്കുക. അങ്ങനെ കണ്ണടച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തപസിന്റെ 3-ാം ദിവസം പരിശുദ്ധ അമ്മയും 3 മാലാഖമാരും ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഡൊമിനിക്ക് നോക്കുമ്പോൾ വലിയ പ്രകാശം, നോക്കുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ, അതീവ സുന്ദരിയായ ഒരു സ്ത്രീ. അപ്പോഴേ മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മയാണെന്ന്. ആർക്ക് മനസ്സിലായി? ഡൊമിനിക്കിന് മനസ്സിലായി. പരിശുദ്ധ അമ്മ ഡൊമിനിക്കിനോട് ചോദിച്ചു, ഡൊമിനിക്, പരിശുദ്ധ സഭയിലെ പാഷാണ്ഡതയിൽ ലോകത്തെ നവീകരിക്കുവാനുമായി ശ്രദ്ധിച്ച് ദൈവപിതാവിന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. എന്താണ്? ആരുടെ കയ്യിൽ ആയുധമുണ്ട്? ദൈവപിതാവിന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. ലോകത്തെ പോലും നവീകരിക്കാൻ കഴിവുള്ള ഒരു ആയുധമുണ്ട്. ആയുധം ഏതാണെന്ന് അങ്ങനെ അറിയാമോ? ഡൊമിനിക്ക് നിഷ്കളങ്കമായി പറഞ്ഞ, അമ്മയെ അത് എനിക്ക് അറിയത്തില്ല. അപ്പൊ പരിശുദ്ധ അമ്മ തന്റെ ആ മടിക്കെട്ടിൽ നിന്ന് പരിശുദ്ധ ജപമാല ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഈ ലോകത്തെ നവീകരിക്കുന്ന അണുബോംബിനേക്കാൾ ശക്തിയുള്ള ആയുധം. കരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപമാല നിസ്സാരമല്ല, അണുബോംബിനേക്കാൾ ശക്തിയുള്ളത്. അതുകൊണ്ടാണ് ഹിരോഷിമ നാഗസാക്കിയിലെ
ഹിരോഷിമയിൽ അണുബോംബ് വന്ന് അണുബോംബ് വീഴുമ്പോഴ് ആ ഒരു മനുഷ്യൻ അങ്ങ് വെന്തുരുകി ഇല്ലാതായി പോകും. പക്ഷേ അവിടെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ചെസ്യൂട്ട് വൈദികർ 8 പേരും ഒരു അപകടവും പറ്റിയില്ല. അതിലൊരു വൈദികനെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് മരിച്ചത്. ലോകം മൊത്തം അതറിയാം. അപ്പോൾ പരിശുദ്ധ ജപമാലയിൽ അമ്മയുടെ മാതൃസംരക്ഷണം ഉണ്ടായെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ ജപമാല നിസ്സാരമായ ഒരു ആയുധമല്ല. എടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, പരിശുദ്ധ ജപമാല നിസ്സാരമായ ഒരു ആയുധമല്ല. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ്, ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ പരിശുദ്ധ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നിട്ട് ഈ പരിശുദ്ധ ജപമാലയുടെ രഹസ്യങ്ങൾ എങ്ങനെയാണ് എന്ന് അന്ന് ഈ അമ്മ തന്നെ ഈ പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ആരാ? അമ്മ തന്നെ. അമ്മ പറഞ്ഞു എങ്ങനെ ചൊല്ലണോ. അമ്മ ആദ്യം ഡൊമിനിക്കിനോട് പറഞ്ഞു, ഇത് മാലാഹയുടെ കീർത്തനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ജപമാല മാലാഹയുടെ കീർത്തനം. 2, ഇത് മൊത്തം വചനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, മൊത്തം പറഞ്ഞു. മൊത്തം എന്താണ്? ഇത് മൊത്തം വചനമാണ്. എന്താണ് വചനത്തിന്റെ പ്രത്യേകത? എന്താ വചനം? ഈസ് ഈക്വൽ ടു ദൈവം. വചനം എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം എന്താ? അതിനുശേഷം നമുക്ക് ഈ ജപമാലയെ കുറിച്ച് അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചേ, ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം എന്താ? ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം റോമർ 9:6. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കരമുയർത്തി പറ, ദൈവത്തിന്റെ വചനം. കരങ്ങളൊക്കെ ഉള്ളവരെന്ന് വെച്ചാൽ കരമുള്ളവർ മാത്രം ഉയർത്തി. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടാത്ത വചനമാണ് പരിശുദ്ധ ജപമാല. ഈ ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയും പരാജയം അല്ല. നിങ്ങൾ കണ്ടോ, ഈ വേളാങ്കണ്ണിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വേളാങ്കണ്ണിയിലെ നമ്മൾ 24 മണിക്കൂർ വേളാങ്കണ്ണിയില്ല. ആ കുരിശിന്റെ വഴിയും ജപമാലയൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ, ഭയങ്കര അത്ഭുതമാണ്. 4 മണിക്കൂർ തീരെ നടക്കാൻ വയ്യാത്തവരൊക്കെ അതിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ പിന്നീട് അവർ പറയുവാണ്, ബ്രദറെ, ഇന്നേ നാഴിക വരെ പിന്നീട് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ട്രിപ്പിന്റെ പ്രത്യേകത. ഇതിൽ നമ്മള് ഈ ഡേറ്റ് പറയത്തുള്ളൂ, ആളുകളൊക്കെ വരും. ഈ പരിശുദ്ധ അമ്മ ആകർഷിക്കാതെ ഈ ബസ്സിനകത്ത് ആർക്കും വരാനൊക്കെ. ഹല്ലേലൂയ. കാര്യം എന്നാന്നറിയാമോ? പുന്നമോട്ടിൽ നിന്ന് 10 പേര് വരേണ്ടത്. അവര് 10 പേരും 4 പേര് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര തലവേദനയാണ്, മറ്റേതാണ്, പനിയാണ്, വരാനുള്ളത്. അജിയോട് ചോദിച്ചാൽ പറഞ്ഞു എന്തുവാ, കുഴമ്പ് വരട്ടി ആയുർവേദ ഹോസ്പിറ്റലിൽ കിടക്കുക. 3 പേരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്ന പോലും ഇല്ലേ? ബസ് താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC ബസ്സാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഭയങ്കര ഈ കല്യാണ ഓട്ടത്തിന്റെ ദിവസം. 2 ബസ്സിൽ ഈ വന്ന ആദ്യത്തെ ബസ്സിൽ ഇനി പോകും. AC ഒക്കെ ആഗ്രഹിച്ച് വന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കൊടുക്കാനൊത്തില്ല. അതിനോട് ക്ഷമ ചോദിക്കുന്നു. ഹല്ലേലൂയ കേട്ടോ. നമ്മൾ ഈ യാത്രയിൽ AC പരിശുദ്ധ അമ്മ തന്നെ തന്നോളൂ കേട്ടോ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, യേശുവേ നന്ദി. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവത്തിന്റെ വചനം പരാജയപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മംഗളവാർത്ത നടക്കും. ഈ മംഗളവാർത്ത കാലം എന്ന് പറഞ്ഞ് സീറോ മലബാർ സഭയിൽ ഡിസംബർ 1 തൊട്ട് 25 വരെ എന്താണ് മംഗളവാർത്ത? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന എല്ലാ ദിവസവും മംഗളവാർത്തയാണ്. വചനം കേൾക്കുന്ന നിമിഷം എല്ലാം മംഗളവാർത്തയാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഈ നിമിഷം മംഗളവാർത്ത നടന്നു കഴിയുന്നത്. കരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ അമ്മ ഈ ജപമാല എങ്ങനെയാ ചൊല്ലേണ്ടത് പറഞ്ഞു കൊടുത്തു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. എന്താണ് ദൈവകൃപ? ഈ കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച, കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? പറഞ്ഞേ. കൃപ നിറഞ്ഞാൽ
അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചെന്ന് ചോദിച്ചേ, കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ചു. ഉത്തരം ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? രാജ് സാറേ, സുവിശേഷകനാ. കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവർത്തനം 6:8 പെട്ടെന്ന് എടുത്തോ. ബൈബിൾ ഉള്ളവര് ബൈബിൾ എടുത്തോ, അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ എടുത്തോ. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായം 8-ാം വചനം. കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്താണ് കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? കൃപ നിറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനം 6:8. അല്ല, സ്റ്റെഫാനോസ് എങ്ങനെ? സ്റ്റെഫാനോസ് എന്നുള്ളത് രാജി സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പ്രിൻസിപ്പൽ കൂടെ വായിക്കും, മൈക്കിൽ കൂടെ വായിക്കും. സ്റ്റെഫാനോസ് എന്നുള്ളത് പ്രിൻസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു. കൃപാവരവും ശക്തിയും കൊണ്ട് നിറയും. അപ്പോൾ ജപമാല ചൊല്ലുമ്പോൾ എന്ത് നിറയും? കൃപാവരവും ശക്തിയും ലഭിക്കും. പറ, ഒന്ന് ഉറക്കെ പറ. ഓ, ഇല്ല പഴുങ്ങിഞ്ഞു കുടിച്ച പോലെ. കൃപാവരവും പറഞ്ഞേ, കൃപാവരവും ശക്തി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വചനം പറയുന്നു, പല അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ഈ യാത്രയിൽ പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ഈ ജപമാല ചൊല്ലി കഴിയുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നിരിക്കും. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ച് ദൈവത്തെ ഉയർത്തപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. റബ്ബിയ ശബഹലബലാരബ ശബഹോബിയാരബ റബ്ബിയ ശബഹോബാരബ. എല്ലാ കെട്ടുകളും വഴിയട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ കൃപാവരവും ശക്തിയും കൊണ്ട് നിറയും. അപ്പോൾ എന്ത് നടക്കും? അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. ഇവിടെ ഇപ്പോ ജപമാല ചൊല്ലുമ്പോൾ എന്ത് നിറയും? കൃപാവരവും. എന്താ വചനം ഒന്നുകൂടെ വായിച്ചേ. കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ഈ ബസ്സിൽ പ്രവർത്തിക്കും. ജോണച്ചായ കേട്ടോ? പ്രിൻസിപ്പൽ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് ഈ ബസ്സിൽ അത്ഭുതം പ്രവർത്തിക്കും. കേൾക്കുന്നുണ്ടോ? പരമേശ്വരനേട്ടാ കേൾക്കുന്നുണ്ടോ? കൃപാവരവും അനൂപേ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ ജപമാല 13-ാം നൂറ്റാണ്ടിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് അമ്മ പഠിപ്പിച്ചു. ഇത് ഡൊമിനിക് എന്ന കത്തീഡ്രൽ പള്ളി ചെന്ന് പ്രാർത്ഥിച്ചു. ഫ്രാൻസിൽ നടന്ന സംഭവങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഇനി ജപമാല കിട്ടാനുണ്ടോ? രണ്ടു പേർക്ക് കിട്ടാനുണ്ട്. അവിടെ കൊടുക്കാൻ രണ്ട് അത് കൊടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്തരാം. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ കൃപാവരവും നിറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് നോക്കി. പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്? ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കും. ഇങ്ങോട്ട് നോക്കിയോട്ടെ. അനുഗ്രഹിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. ബ്ലെസ്സഡ്. യഥാർത്ഥമായി അമ്മ കൊടുത്തത് അനുഗ്രഹിക്കപ്പെട്ടത്, വാഴ്ത്തപ്പെട്ടെന്നല്ല, അനുഗ്രഹമായി. ബ്ലെസ്സിങ്, അനുഗ്രഹം.
നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. പരിശുദ്ധ അപ്പൊ കണ്ടോ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെന്നല്ല, അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എങ്ങനെ പറയേണ്ടത്? പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. വാഴ്ത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? വാഴ്ത്തപ്പെട്ട് കഴിഞ്ഞിട്ടാ പിന്നെ പരിശുദ്ധനാണ്. അപ്പൊ ദൈവം വാഴ്ത്തപ്പെട്ടവർ മാത്രമേ ആയിട്ടുള്ളൂ. ബ്ലെസ്സിങ്, മൊത്തം അനുഗ്രഹം. ദൈവം മൊത്തം അനുഗ്രഹം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവം മൊത്തം അനുഗ്രഹമാണ്. അപ്പോൾ എങ്ങനെയാ ചൊല്ലേണ്ടത്? ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ സ്പീക്കറിന്റെ അടുത്ത് മാറി. ഇവിടെ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ഉണ്ടോ? ആദ്യത്തെ ജപമാല ഇത്രയേ ഉള്ളാകുന്നു. ഇത് ചെന്ന് ഫ്രാൻസിൽ കത്തീഡ്രൽ പള്ളി ചെന്നപ്പോൾ ഈ ഫ്രാൻസിലെ കത്തീഡ്രൽ പള്ളിയുടെ മണികൾ സ്വർഗത്തിൽ നിന്ന് മാലാഖമാര് വന്ന് മുഴക്കി. അമ്മയുടെ രൂപത്തിൽ നിന്ന് സുഗന്ധം ഒഴുകാൻ തുടങ്ങി. ആളുകൾ വന്ന് നോക്കുമ്പോൾ ജീവിക്കുന്ന അമ്മ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. വന്നവർക്കെല്ലാം രോഗസൗഖ്യവും വിടുതലും ഉണ്ടായി. അങ്ങനെ യൂറോപ്പ് രാജ്യത്ത് നിന്ന് പാഷാണ്ഡത എന്നേക്കുമായി ഇല്ലാതായി. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ്. 14-ാം നൂറ്റാണ്ടിലാണ് ജപമാലയുടെ 2ാം ഭാഗം വന്നത്. 2ാം ഭാഗം എന്താ? പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ. ഇതാര് പറയുന്നതാ? എലിസബത്ത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുക. എന്താ പറയുന്നത്? അപ്പൊ പറയുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവാണ് അടുത്ത പ്രാർത്ഥന ചൊല്ലുന്നത്. ആരാണ്? അപ്പൊ നന്മ നിറഞ്ഞ മറിയം ചൊല്ലണ്ട എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ അതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ? ഒരിക്കലേ ഒരു കൺവെൻഷൻ നടത്തുന്നതിന്റെ ചാർജ് എനിക്കായിരുന്നു. അന്ന് ഞങ്ങളെ കാതോലിക്ക ബാബ സിറിൽ മാർ ബസോലിയസ് പിതാവായി. അദ്ദേഹം കാരണമാണ് ഞാൻ ഈ ഇതിലേക്കൊക്കെ വരുന്നത്. കാലം ചെയ്ത സിറിൽ മാർ ബസോലിയസ് പിതാവ്. അപ്പൊ 10,20,000 പേരുന്ന കൺവെൻഷന്റെ കോർഡിനേറ്ററാണ്. അപ്പൊ ഒരു പ്രാർത്ഥന അന്ന് മാവേലിക്കര രൂപതയൊന്നും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം രൂപത, അതിരൂപത. അപ്പൊ പിതാവിന്റെ അടുക്കൽ ഒരു പ്രാർത്ഥന കൊണ്ട് കൊടുത്തിട്ട്, സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞു മറിയുന്നു. അപ്പൊ പിതാവ് ചോദിച്ചു, അതെന്താ? അപ്പൊ പറഞ്ഞു, കൂടെ വന്ന ഒരാൾ പറഞ്ഞ എക്യൂമിനിക്കലാണ്. എന്താണ്? അപ്പൊ മർത്തോമക്കാർക്കും CSIക്കാർക്കും ഒന്നും എന്തില്ല പറഞ്ഞു. അപ്പൊ ബസൂലിയസ് പിതാവ് പറഞ്ഞു, മോനെ അത് നടക്കത്തില്ല. ഉടനെ നന്മ നിറഞ്ഞ മറിയം എഴുതി വെച്ചോളാം. അതിനുള്ള ആൾക്കാർ വന്നാൽ മതി. കർശനമായി പറഞ്ഞു. അടുത്ത് ഞങ്ങളുടെ കൂടെ വന്നൊരു CSIക്കാരൻ, ആ പിതാവ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ അഗ്രി ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ആ കൺവെൻഷന്റെ 12ാമത്തെ കൺവെൻഷൻ അത് നടത്തിയവര് പറഞ്ഞു, ഇതുകൂടെ ചേർത്തത് കൊണ്ട് ഇതുവരെ നടന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ അനുഗ്രഹിക്കണോ. അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്താലും അനുഗ്രഹമല്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും. കാരണം നമ്മളിപ്പോ പോകുന്ന എവിടേക്കാ? അമ്മ വീട്ടിലേക്ക്. എവിടേക്കാ പോകുന്നത്? ഭാരത സഭയിൽ ഒരമ്മ വീടേ ഉള്ളൂ. അതിന്റെ പേരാണ് വേളാങ്കണ്ണി. കാരണം വേളാങ്കണ്ണി മാത്രമേ അമ്മ പ്രത്യക്ഷപ്പെട്ടുള്ളൂ കത്തോലിക്ക സഭ ഔദ്യോഗികമായി. ബാക്കിയുള്ളിടത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും സഭ അംഗീകരിച്ചിട്ടില്ല. കുറവലങ്ങാട് പ്രത്യക്ഷപ്പെട്ടു, സഭ അംഗീകരിച്ചിട്ടില്ല. പ്രത്യക്ഷപ്പെട്ട് ശരി, കൃപാസനത്ത് പ്രത്യക്ഷപ്പെട്ടു, സഭ അംഗീകരിച്ചിട്ടില്ല. സഭ അംഗീകരിച്ച ഏക സ്ഥലം വേളാങ്കണ്ണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ വീട്ടിൽ ചെന്നാൽ എന്താ പ്രത്യേകത? സാറേ, അമ്മ വീട്ടിൽ ചെന്നാൽ എന്താ? അല്ല, സാധാരണ ഒരു അമ്മയുടെ വീട്ടിൽ ചെന്നാൽ വെറും കൈയോട് പറഞ്ഞു. യഥാർത്ഥമായിട്ട് നമുക്ക് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ മുട്ടുകാലയിൽ എഴിഞ്ഞാണ് ഞാൻ അനുഗ്രഹം നേടിയത്. ചോദിക്കുന്ന ചോദ്യം, ഒരു അമ്മ സ്വന്തം അമ്മ വീട്ടിൽ ചെന്നാൽ കുറെ കാര്യങ്ങളൊക്കെ തടുത്തു കൊടുത്തില്ല. ചിലപ്പോ കപ്പ്, ഏത്തക്ക വറുത്തത്,
അമ്മ വീട്ടിൽ ചെന്നാൽ കൊടുക്കും. എങ്കിൽ ദൈവത്തിന്റെ അമ്മയുടെ അടുക്കൽ ചെന്നാൽ നീ കൈ വെറും കൈയോട് പറഞ്ഞു 19 വർഷമായി മക്കളില്ലാത്ത ഓസ്ട്രേലിയക്കാരി ഒഴിവാക്കി. ഞാൻ പറഞ്ഞു അമ്മ വീട്ടിലോട്ടാ പോകുന്നത്. വെറും കൈയോട് ഇത് പറഞ്ഞിട്ട് സ്തുതിച്ചോണ്ടിരിക്കുമ്പോ പറയുക, ഒരു ദർശനം കാണുക. ഈ ബസ്സിനകത്തുള്ള ഒരു കുടുംബത്തെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത കുടുംബത്തെ അവർ പുറത്തെ സീറ്റിൽ ഇരുന്ന് പറഞ്ഞു അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതാ ഞങ്ങൾക്ക് മക്കൾ ഉദരഫലമുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം അമ്മ വീട്ടിൽ ചെന്നത് കൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ആ വർഷം കഴിഞ്ഞ അടുത്ത വർഷം ഫെബ്രുവരി മാസം ഓർക്കുന്നു, ഈ ഇതുപോലുള്ള സമയത്ത് വിളിച്ചു പറയുവാണ് 2 ആൺകൊച്ചുങ്ങളെ തന്നെ ഞങ്ങളെ ദൈവാനുഗ്രഹിച്ചു. അപ്പൊ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വെറും കൈയോടെ അമ്മ വീട്ടിൽ ചെല്ലണമെങ്കിൽ കുറെ ത്യാഗങ്ങളൊക്കെ ഉണ്ട്. ചില ത്യാഗങ്ങളൊക്കെ, ചില സഹനങ്ങളൊക്കെ ഉണ്ട്. ഈ സഹനങ്ങളൊക്കെ എന്തിനാ തരുന്നത്? സഹനം ഒരു കൃപയാക്കി മാറ്റി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഈ വേളാങ്കണ്ണി യാത്രയിൽ വന്ന നമ്മൾ ജോളിച്ചെന്ന് പറയുന്ന ഒരു വ്യക്തി 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ യാത്രയിൽ വന്നപ്പോൾ ജോളിച്ചന്റെ ദേഹം മൊത്തം അലർജിയാണ്. ജോളിച്ചന്റെ അലർജി മൊത്തം മാറിയോ? ജോളിച്ചൻ ഇങ്ങോട്ട് വന്നു. ജോളിച്ചൻ ഇപ്പൊ സാക്ഷ്യം പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് അമ്മ വീട്ടിലേക്ക് വരുന്ന ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ വന്ന് ഇത്രയും എനിക്ക് കിട്ടും. എൻ്റെ ദേഹത്തെന്ന് പറഞ്ഞാൽ സോറിയാസിസ് വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ മേലാത്ത ഒരവസ്ഥയായി. ആ അവസ്ഥ ഞാൻ ഈ വേളാങ്കണ്ണി അമ്മയടുത്ത് വന്നത് ഞാനിപ്പം എത്ര വരവെന്ന് എനിക്ക് പറയാൻ ഞാൻ ഓർക്കുന്നുമില്ല. ഇഷ്ടംപോലെ ഞാൻ വന്നു. ആ അനുഗ്രഹം അമ്മ തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വീണ്ടും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ കൊച്ച് ഫസ്റ്റ് തൊട്ട് എൻ്റെ അനുഭവം ഇതാണ്. അമ്മയുടെ അടുത്ത് തൊട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് അനുഗ്രഹം എല്ലാം മാറി. തമ്പുരാൻ അമ്മ എല്ലാം മാറ്റി. എൻ്റെ നെറ്റിയിലും അവിടെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെയായിരുന്നു. എല്ലാം മാറി. എനിക്ക് ഇത്രയും അനുഗ്രഹം ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ ഹല്ലേലൂയ. ഇപ്പൊ എല്ലാം മാറി. ഞാൻ അവിടെ നിന്ന് ആ വെള്ളമെല്ലാം ആ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാം മാറ്റി. ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. പറയുന്നത് നമ്മൾ അവസാനം പോകുന്ന വാടിപ്പെട്ടി അവിടുന്നാണ് നമുക്ക് ആരാധനയുണ്ട് കേട്ടോ. നമ്മൾ 4ാമത്തെ ദേവത അവിടുത്തെ വെള്ളമാണ് ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം. അതിനകത്ത് അലർജി രോഗം, ശ്വാസം മുട്ടൽ, ക്യാൻസർ, നമ്മുടെ ബസ്സിൽ വന്ന ക്യാൻസർ രോഗികൾ വരെ സൗഖ്യപ്പെട്ടു. അപ്പോൾ അവിടുന്ന് അവിടെ നമുക്ക് ആ വെള്ളം സൗജന്യമായിട്ട് കിട്ടും. നിങ്ങൾ ഈ കുപ്പിയൊക്കെ കളയും. എത്ര കുപ്പിയൊക്കെ നിങ്ങൾ കാൽക്കുപ്പിയൊക്കെ ശേഖരിച്ചു അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോരുന്ന വഴിയിലാണ് എടുക്കുന്നത്. അവിടെ വെച്ച് നമുക്ക് ആരാധന, അവിടുന്ന് നമുക്ക് പ്രത്യേകം ആ ബലിപീഠത്തിൽ വെച്ച ആൾക്കാർ. വാടി എന്ന് പറഞ്ഞാൽ ഗ്രാമം, പെട്ടി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. വാടിപ്പെട്ടി പൂന്തോട്ടത്തിന്റെ ഗ്രാമമാണ് അതിന്റെ പേര്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ അവിടെ ചെല്ലുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഹല്ലേലൂയ. അപ്പൊ 14ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ആ മോളോട് ഒന്ന് വന്നേടി. അവൾക്ക് BC നഴ്സിംഗ് ആണ്. പരിശുദ്ധ വളരെ സൂക്ഷിച്ച് നിൽക്കാനൊക്കെ തോന്നും കേട്ടോ. ഇവിടെ ശകലം നേരം നിൽക്കണേ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന സുഖമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ പറഞ്ഞു പേര് പറഞ്ഞു സ്ഥലം പറഞ്ഞു. അമ്മയോട് പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് 4 ഇയറിൽ ഫസ്റ്റ് ക്ലാസ്സോടെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. 4ാമത്തെ ഇയർ ഫസ്റ്റ് ക്ലാസ്. അയ്യോ, ജോളിച്ചന്റെ എല്ലാ കാര്യം ഇനിയിപ്പോ അവള് വെളിയിലൊക്കെ പോയി കഴിയുമ്പോഴേ ജോളിച്ചന് ഇനിയിപ്പോ ട്രിപ്പ് ഞാൻ തന്നെ നടത്താമെന്ന് പറഞ്ഞു കേട്ടോ. അരി പറഞ്ഞു. എന്റെ മോടെ റിസൾട്ട് വന്ന ഇന്നലെ രാത്രി ഞങ്ങൾ ഉത്സവമായിരുന്നു. 11 മണിയായപ്പോൾ വിളിച്ചു പറഞ്ഞത് ഫസ്റ്റ് ഇയർ BSc നേഴ്സിംഗ് വിളിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ക്ലാസ് വേളാങ്കണ്ണി നിയോഗം വെച്ചാൽ ബ്രദർ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് പറഞ്ഞു നിനക്ക് ഫസ്റ്റ് ക്ലാസ് ആദ്യം നാളെ വേളാങ്കണ്ണിക്ക് വരാൻ പറഞ്ഞു. സാക്ഷികളുണ്ടല്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി. പറഞ്ഞറിയാൻ വയ്യാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ് അമ്മ.
പറഞ്ഞറിയിക്കാൻ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ വെറും കൈയോടെ നിങ്ങളെ പറഞ്ഞയക്കില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ 14-ാം നൂറ്റാണ്ടിലാണ്, ശ്രദ്ധിച്ച്, 14-ാം നൂറ്റാണ്ടിലാണ് വേളാങ്കണ്ണിയുടെ പിന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ ജപമാലയുടെ 2ാമത്തെ വിഷയം എലിസബത്തിന്റെ പ്രാർത്ഥന എന്താണ്? ഭർത്താവ് വീണ്ടും മദ്യത്തിന്റെ അടിമയാണ്. ഈ ബസ്സിനകത്തിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം തരികയാണ്. ഞാൻ ഇങ്ങനെ ഒരു 32 വരുന്ന നമ്പരും മദ്യത്തിന്റെ കുപ്പിയും കാണും. അപ്പൊ എനിക്ക് മനസ്സിലായി 32 വർഷമായി മദ്യപിക്കുന്ന ആരെ തൊട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു, 32 വർഷമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ, അതെന്റെ ഭർത്താവാണ് എന്ന് ഇവര് ചങ്കു പൊട്ടിക്കരയും. അടുത്ത ട്രിപ്പിന് ആ ഭർത്താവും 4 മക്കളുമായിട്ട് വന്നു. ഇന്ന് പുള്ളി ബൈബിളും കൊണ്ട് നടക്കുക, സുവിശേഷം. കത്തോലിക്കനാണ്, പക്ഷെ തെരുവുകളിൽ പോയി പ്രസംഗിക്കും. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോ നെടുമങ്ങാടാണെന്ന് പറഞ്ഞു. നെടുമങ്ങാടും സ്വന്തമായി കാറും എടുത്ത് ഒരു ഇന്നോവ കാറും മേടിച്ച് പ്രസംഗിക്കും ഇനിയുള്ള ജീവിതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പേര് രാജൻ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഇട്ടിരിക്കുന്നു രാജൻ പ്രീസാണല്ലോ. ഞാൻ പറഞ്ഞു, എങ്ങനെ ഭാര്യയുടെ പേരിട്ടത്? എന്റെ ഭാര്യയാണ് എന്നെ ഇത്രയും മാറ്റിയത്, അതുകൊണ്ട് എന്റെ പേരിന്റെ കൂടെ അവിടെ പേരുടെ പ്രിയ സഹോദരങ്ങളെ, സഹനങ്ങളൊക്കെ കൃപയുടെ ചാനലുകളാണ്. കരമയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമയർത്തി പറഞ്ഞ്, ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ, സ്വരമയർത്തി ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ, ഉണർവോട് പറഞ്ഞ് ഹല്ലേലൂയ. ശരി, നന്ദി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ഇതിന്റെ പ്രത്യേകത, അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച 14-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. 14-ാം നൂറ്റാണ്ടിലാണ് മാരകമായ ബ്ലാക്ക് പ്ലേഗ്, കറുത്ത പ്ലേഗ് ഉണ്ടാകും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, 14-ാം നൂറ്റാണ്ട് കൊറോണ നിമിത്തം 1 കോടി പേര് മരിച്ചെങ്കിൽ അന്ന് 2 കോടി ആൾക്കാർ മരിച്ചു. അതുകൊണ്ട് ഈ പ്ലേഗിന്റെ ശവത്തിന്റെ അടുക്ക ചെന്നാൽ ഈ പ്ലേഗ് പിടിച്ചു. അതുകൊണ്ട് ഈ സമയത്താണ് വലിയ വിശുദ്ധന്മാരുണ്ടാവുന്നത്. ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലുണ്ടാണ് ഫാദർ വിൻസെന്റ് ഫെറർ. പറഞ്ഞു, കത്തോലിക്ക സഭയിൽ ഏറ്റവും അത്ഭുതം നടത്തിയ വിശുദ്ധന്റെ പേരാണ് വിൻസെന്റ് ഫെറർ. പറഞ്ഞു, അസാധാരണമായി നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കണം. വിൻസെന്റ് ഫെറർ എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ആ ഗൂഗിളിനകത്ത് 3000 അത്ഭുതങ്ങൾ നടത്തിയ വിശുദ്ധൻ. അസാധാരണമായ 30ഓളം ശവശരീരങ്ങൾ ഉയർപ്പിച്ചിട്ടുണ്ട്. 30ഓളം. ഈ വിൻസെന്റ് ഫെററിന്റെ കൂടെ ഒരു അൽമേനി ബ്രദറുണ്ട്, നമ്മുടെ എന്റെ കൂടെയുള്ള പ്രിൻസ് ബ്രദറിനെ പോലെ. ഈ പ്രിൻസ് ബ്രദറുണ്ട്, ഈ പ്രിൻസ് ബ്രദറാണ് നിങ്ങളെ ജപമാല നയിപ്പിക്കില്ല കേട്ടോ. അപ്പോ പ്രിൻസ് ബ്രദറിന്റെ അത്രയും പ്രായമുള്ള ഒരു അൽമേനി, അദ്ദേഹത്തിന്റെ ഭാര്യ ശകലം മാനസിക രോഗമുള്ള. ഒരു ദിവസം മാനസിക രോഗം വന്നിട്ട് 4 വയസ്സുള്ള ആൺകൊച്ചിനെ 42 കഷണമാക്കി മാറ്റി. എന്നിട്ട് കൈയിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ വന്നപ്പോ പറയാ, 2 കൊച്ചിന്റെ കൈ കിടന്ന് തിളക്കുന്നേ, കൊച്ചിന്റെ കൈ കിടന്ന്. ഇദ്ദേഹത്തെ ആകപ്പാടെ നിരാശ. അയ്യോ, കുഞ്ഞു പോയേ. വിൻസെന്റ് ഫെററിനെ വിളിച്ച വിൻസെന്റ് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ വരുന്നത്. വിൻസെന്റ് ഫെറർ വന്നിട്ട് ഈ കഷണങ്ങൾ ഒന്നായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് വിശുദ്ധ കുരിശിന്റെ അടയാളം എഴുന്നേക്കാൻ. നിമിഷ നേരം കൊണ്ട് കുഞ്ഞെഴുന്നേറ്റു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ ഞാൻ ചെയ്യുന്നത് ആ പ്രവൃത്തികളെക്കാൾ വലിയ പ്രവൃത്തി നീ ചെയ്യും. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കേട്ടോ സംഭവം. അങ്ങനെയുള്ള സഭയുടെ പേരാണ് കത്തോലിക്ക സഭ. നിസ്സാര സഭയാണോ കത്തോലിക്ക സഭ? നിങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ പറയുവാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അതുമാത്രം ഒരു 10 വട്ടം പറഞ്ഞ രോഗമാണ്.
പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞു. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല വിശുദ്ധന്മാരും അവിടെ എത്തിച്ചേർന്നു. വിശ്വാസ പ്രമാണത്തെ കുറിച്ചുള്ള ക്ലാസ് ഇങ്ങോട്ട് വരുമ്പോഴുണ്ട്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ പറയുന്നതല്ല? ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, മനമുയർത്തി ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഈശോയ്ക്ക് മാത്രം പറഞ്ഞു പറഞ്ഞു ഈശോയ്ക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ ഇങ്ങോട്ട് നോക്കും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ പരിശുദ്ധ ഈ പ്ലേഗ് വന്നപ്പോൾ വിൻസെന്റ് ഫെറർ കൂട്ടരും ബ്ലാക്ക് പ്ലേഗ് വന്ന ഓരോ വ്യക്തികളെയും ഇങ്ങനെ തൊടാൻ തുടങ്ങി. 4 ശവശരീരം അവരൊക്കെ എഴുന്നേക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ ജപമാല ചൊല്ലി പ്ലേഗ് എന്ന് പറയുന്നതിനെ യൂറോപ്യൻ രാജ്യത്ത് നോക്കി. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അന്നാണ് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്, സഭ പഠിപ്പിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, തമ്പുരാനോട്, ബാക്കിയെല്ലാം വചനം. പരിശുദ്ധ ജപമാല മൊത്തം വചനമാണ്. വലുതരമേറി പറ, പരിശുദ്ധ ജപമാല മൊത്തം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ജപമാല ഒരിക്കലും മുടക്കല്ലെന്ന് കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞു, ചിരിച്ചോണ്ട് പറഞ്ഞു, മുഖമൊക്കെ ഒന്ന് ചിരിച്ചോണ്ട്. നിങ്ങൾ ചിരിക്കണം എന്ന് പറഞ്ഞില്ല, മാർപ്പാപ്പ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാടിക്കയറി പ്രാർത്ഥിക്കണം. 5 മിനിറ്റ് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്ന് ചിരിക്കണം. അതാണ് സുവിശേഷം. ആദ്യം ഒന്ന് എല്ലാവരും നല്ലവണ്ണം ചിരിച്ച് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ചിരിക്ക് പൈസ കൊടുക്കണം, ചിരിക്ക് എന്തെങ്കിലും പൈസ വേണം. ചിരി സൗജന്യമല്ലേ? ഞാൻ ഈ നമ്മളിവിടെ സെന്റ് ആൻസ് അവിടെ ബസ് നിർത്തിയെടുത്ത് അവിടെ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് തൃശ്ശൂർക്ക് ധ്യാനത്തിന് പോകും. അപ്പൊ പിന്നെ ജയന്തി ജനത വരാൻ താമസം, 3/4 മണിക്കൂർ ട്രെയിൻ വരാൻ താമസം, 3/4 മണിക്കൂർ താമസം. അപ്പൊ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ആ റെയിൽവേ ചങ്ങനാശ്ശേരി നമ്മള് ബസ് നിർത്തിയെടുത്തതിന്റെ അടിയിലാണ് റെയിൽവേ സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ അവിടെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ചെറുപ്പക്കാരൻ മോന്റെ പേരെന്നെ ആ ജോബിന്റെ അത്രയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകും. അവന്റെ മുഖത്ത് നോക്കി നല്ലവണ്ണം ഞാനൊന്ന് ചിരിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് കൈ പിടിച്ചോണ്ട് പറയുന്നത്, സാർ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചില്ലായിരുന്നു. ഞാൻ വരുന്ന ട്രെയിനിന് ഞാൻ ദൂരേന്ന് വരുമോ, ആരും അറിയാത്ത ചങ്ങനാശ്ശേരി വന്ന് ചാകാൻ വേണ്ടി വന്നു. ചിരിച്ചില്ല. ഞാൻ അവന് കുറെ വചനങ്ങളൊക്കെ കൊടുത്തു. പുള്ളി MA വരെ പഠിച്ചത്. വീട്ടിലാർക്കും പല അപ്പനെങ്ങാണ്ട് 2 കെട്ടി 2ാം കെട്ടിയൊക്കെ പിള്ളേരുടെയൊക്കെ പ്രശ്നങ്ങൾ, ഒത്തിരി വിഷയങ്ങളാണ്. ബൈബിൾ വചനങ്ങളൊക്കെ കൊടുത്തു. ഇന്ന് വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോട് ജീവിക്കുന്നു. കരമേടിച്ച് ദൈവത്തെ ഒന്ന് മൗതപ്പെടുത്തിക്ക്. ഒരു ചിരി. ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ തൊട്ടിട്ട് പറ, വോട്ട് സാരമില്ലെന്ന് പറ. നവീൻ ബാബുവിനെ കുറിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന കലക്ടർ ഇതെല്ലാം കേട്ടതിന് ശേഷം നവീൻ ബാബുവിനെ വിളിച്ചു ഇങ്ങനെ തൊട്ടിട്ട് പറയാ, വോട്ട് സാരമില്ല എന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ആത്മഹത്യ ചെയ്തു. ഇതിന്റെ പേരാ സുവിശേഷം. ജീവിതത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ വോട്ട് സാരമില്ലടാ എന്ന് പറയുന്നതിന്റെ പേരാണ് മരുമോടെ മുഖത്ത് നോക്കി പറ, വോട്ട് സാരമില്ലെന്ന് പറ. അപ്പൊ സാരമുള്ള എന്തൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വോട്ട് സാരമില്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കുന്നോ അവിടെ സുവിശേഷം ഉയരും. അപ്പൊ ഈ വിൻസെന്റ് ഫെററിന്റെ വേറൊരു അത്ഭുതമാണ്.
വിൽസൺ ഫെർ പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മുടെ ദാനിയേൽ, ഇന്ന് കേരളത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ആള് വരുന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ പോളൻസ് വെച്ചാൽ നമ്മുടെ ഡൊമിനിക് വാളമാനച്ചൻ. ആരാണ്? ഭയങ്കര ആള് അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ അദ്ദേഹം സാക്ഷാൽ ജീസസ് ക്രൈസ്റ്റിനെ പോലെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ജീവിതം മൊത്തം അങ്ങനെ 9 മണിക്കൂർ വചനം പറയുന്നതിന്റെ കൂട്ടത്തിൽ നല്ലവണ്ണം പാടുകയും ചെയ്യും. പാട്ടും ഭജനവും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വാളമാനച്ചന്റെ അടുക്ക 30,000 പേര് വരുന്നെങ്കിൽ ഈ വിൽസൺ ഫെറിന്റെ അടുക്ക 50,000 പേരാണ്. എത്ര പേരാ? അന്ന് മൈക്ക് 14-ാം നൂറ്റാണ്ടിൽ മൈക്കും. അപ്പൊ എങ്ങനെ പറയുന്നത്? 10 അടി 10 മീറ്റർ അപ്പുറത്ത് ഏറ്റു പറയാൻ ആളിനെ ഇങ്ങനെ ഏറ്റുപോലെ പറഞ്ഞു 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 അങ്ങ് വരെ എത്തുന്നു. അപ്പൊ വിൻസെന്റ് ഫെർ പറഞ്ഞു ഇങ്ങനെ അനുതാപത്തെ കുറിച്ചുള്ള അനുതാപമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. എന്താണ് അനുതാപം? അതിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ജോബിന്റെ അത്രയും പ്രായമുള്ള ചെറുപ്പക്കാർ പുറയിലിരുന്ന് പറയുക അനുതാപം കൊണ്ടൊക്കെ എന്താ, അനുതാപം പൊഴുങ്ങി തിന്നാൻ ഒക്കുമെന്നൊക്കെ ഇങ്ങനെ കമന്റ്സ്. അപ്പം ഹൃദയങ്ങൾ വായിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് ആര്? വിൻസെന്റ് ഫെർ. വിൻസെന്റ് ഫെർ പറഞ്ഞു കുറെ യുവജനങ്ങൾ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുക, തുടർന്ന് പ്രസംഗിക്കും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ഞാൻ പറയുന്ന അനുതാപം ശരിയാണോ, ഈ സുവിശേഷം ശരിയാണോ എന്ന് അറിയാം. ഈ പ്രസംഗിക്കുന്ന പള്ളിയുടെ വലിയ പള്ളിയുടെ ഓഡിറ്റോറിയം 2 അപ്പച്ചന്മാരുടെ ശവം കൊണ്ടു. 80-82 വയസ്സുള്ള 2 അപ്പച്ചന്മാരുടെ ശവം. അപ്പോൾ അവിടെ സെമിത്തേരിയുടെ അടുത്തുള്ള കുരിശുപള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അടക്കുന്ന സമയത്ത്, പെട്ടി ഇറക്കുന്ന സമയത്ത് ഈ 2 അപ്പച്ചന്മാരെ ഞാൻ വിളിക്കുന്നു. അവര് പെട്ടിക്കകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ പേര് പറയുകയും ഞാൻ എന്താ സുവിശേഷം പറയുന്നതെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. ജനം മൊത്തം പറഞ്ഞു വിശ്വസിച്ചു. പറഞ്ഞു തീർന്നില്ല, 2 ബോഡി അടക്കാൻ നേരത്തെ, പെട്ടി അങ്ങോട്ട് ഇറക്കാൻ നേരത്തെ 2 പേരുടെയും പേര് ചൊല്ലി പിടിച്ച് ഞാൻ പറഞ്ഞു. പെട്ടിക്കകത്തുനിന്ന് 2 പേര് എഴുന്നേറ്റ് ചാടി ഇറങ്ങി വിൻസെന്റ് ഫെറിന്റെ അടുക്ക വന്നു. വിൻസെന്റ് ഫെറിന്റെ അടുക്ക വന്ന് നിൽക്കുവോ. അപ്പോ അച്ഛന്മാരും ഈ ശവടക്കാൻ വന്നവരുടെ ആൾക്കാരും എല്ലാം അന്തം വിട്ട് നിൽക്കും. അപ്പൊ ചോദിച്ചു എന്റെ പേരെന്താണ് എന്ന് പറയാൻ പറഞ്ഞു. ഈ 2 അപ്പച്ചനും പറഞ്ഞു, നീ യേശുക്രിസ്തുവിന്റെ വിൻസെന്റ് ഫെർ, നീ യേശുക്രിസ്തുവിന്റെ വിൻസെന്റ് ഫെർ. നീ അനുതാപത്തെ കുറിച്ച് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അവര് പോയി വീണ്ടും പെട്ടിക്കകത്ത് വീണ്ടും ശവമായി അടക്കം. ഇങ്ങനെയുള്ള സഭയുടെ പേരാണ് കത്തോലിക്ക സഭ. ഹല്ലേലൂയ. അപ്പൊ 15-ാം നൂറ്റാണ്ടിലാണ് ജപമാല പ്രചരണമാണ്. ജപമാല ലോകം മൊത്തം ചൊല്ലുന്ന എന്ന 15-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത. അന്നത്തെ മാർപ്പാപ്പയാണ് 5-ാം പീസ്. വിശുദ്ധനാണ് പറഞ്ഞേ 5-ാം പീസ്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? വെളിയിലത്തെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു, 5-ാം പീസ് ശ്രദ്ധിക്കുക. 5-ാം പീസ് അന്ന് യൂറോപ്പ് രാജ്യം പിടിക്കാൻ വേണ്ടി, ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഇവ പിടിക്കാൻ വേണ്ടി തുർക്കി സൈന്യം പ്ലാനിട്ടു. ആരാ? തുർക്കി സൈന്യത്തിന്റെ സൈന്യാധിപൻ അലി എന്ന് പറയുന്ന സൈന്യാധിപൻ യൂറോപ്പ് പിടിക്കാൻ. അന്ന് പ്ലെയിൻ ഇല്ല. 1 മാസം കൊണ്ടാണ് തുർക്കിയിൽ നിന്ന് അവിടെ വരുന്നത്. അവിടുത്തെ പടം പുറപ്പെട്ടു. അപ്പൊ മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾക്കൊരു സൈന്യം, ക്രിസ്ത്യൻ സൈന്യം എന്ന് പറയുന്ന സൈന്യമുണ്ട്. തുർക്കി സൈന്യത്തെ നേരിടാൻ നമുക്ക് യാതൊരു ശക്തിയും, നമ്മുടെ 5 ഇരട്ടി ശക്തിയാണ്. അവരുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ. അതുകൊണ്ട് ജോൺ ജുവാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ, വാഴ്ത്തപ്പെട്ടവൻ, ഇപ്പൊ ഉടനെ പരിശുദ്ധനാവും. ജോൺ ജുവാന്റെ നേതൃത്വത്തിൽ മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി. അങ്ങനെ ഒക്ടോബർ 7-ന് ഈ തുർക്കി സൈന്യം
യൂറോപ്പിൽ വന്നപ്പോൾ വലിയ കൊടുങ്കാറ്റും പേമാരി എല്ലാം പ്രകൃതി ഇവർക്കെതിരെ തിരിഞ്ഞു. യുദ്ധം കൂടാതെ തന്നെ തുർക്കി സൈന്യം പരാജയം. അല്ലേ, എന്താണ് ഒരു ഹല്ലേലൂയ പറയാത്തെ? സ്വരം പോരായല്ലോ, ശക്തി പോരായല്ലോ, ഉണർവ് പോരായല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ണടഞ്ഞടഞ്ഞ് പോയ കൺപീലി വന്നിങ്ങനെ കുട്ടിപ്പിശാശ് വന്നിരിക്കും. ഉറങ്ങട ഉറങ്ങട എന്ന് പറഞ്ഞു കുട്ടിപ്പിശാശിനോട് പറയണം, ഇതൊന്നും എൻ്റെ എടുക്ക നടക്കത്തില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം 15-ാം നൂറ്റാണ്ടിൽ ഈ സൈന്യം വന്നു. അപ്പോൾ ഒക്ടോബർ 7-ന് 5-ാം പീസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ജപമാല രാജ്ഞിയുടെ തിരുനാൾ. പിന്നീട് വന്ന മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ജപമാല മാസം